സിമ്പിൾ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വലിയ പീസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് നേരിയ തിന്നായിട്ടുള്ള അങ്ങനെ ഒന്നും കട്ട് ചെയ്തെടുക്കരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഇതേപോലെ ആദ്യം ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയെല്ലാം ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ഏറ്റവും അവർക്ക് നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്യും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, അവർക്ക് നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഓരോന്ന് കട്ട് ചെയ്തിട്ടും അത് നമുക്ക് ഉടനെ തന്നെ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ കളറും മാറും. പിന്നെ നമുക്കിത് വെള്ളത്തിൽ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് കംപ്ലീറ്റ് പോയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഇതെല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാലും കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 3-4 വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഒരു 4 വെള്ളത്തിലെങ്കിലും കഴുകി അതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ അളവിന് മേലെയാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1.25 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പെരിഞ്ജീരകം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്രയും മതി കേട്ടോ. പൊടികൾ അല്ലാണ്ട് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒന്നും വേണ്ട, ഇത്രയും പൊടികൾ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറിവേപ്പില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കറിവേപ്പില തന്നെ എടുക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കഴുകി എടുക്കുമ്പോൾ ആ ഒരു നനവ് മാത്രം മതി. അതിലിട്ടിട്ട് വേണം നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവ് ഇഷ്ടമില്ല എന്നുള്ള കുട്ടികളാണെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു വീഡിയോ ഇത്രയും നാളും ഇടാതിരുന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നിട്ടുള്ളത്. അപ്പോൾ മോൻ്റെ സ്കൂളിൽ മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മോൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഇടാനുള്ള കാരണം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതേപോലെ എണ്ണയിലോട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കൊന്നും വേണ്ട, ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തും കിട്ടത്തില്ല കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് എണ്ണയിൽ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ 1.5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1.5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇവിടെ ഞാനിത് 1.5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കുക. ഓരോന്നായിട്ട് തന്നെ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക, അല്ലാണ്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യാനായിട്ട് ഇളക്കാനായിട്ട് നിൽക്കണ്ട ഇപ്പം. അപ്പോൾ നമുക്കിത് ഇതേപോലെ തിരിച്ചിട്ട് തന്നെ കൊടുക്കുക, ഓരോന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ ഇത് ഒരിക്കലും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതങ്ങ് ഫുള്ളായിട്ട് അങ്ങ് നല്ല സോഫ്റ്റ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലാതെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ.
അപ്പോൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടുകൂടി കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഇത് സോഫ്റ്റായി പോവും. എന്നാലും നമുക്ക് ആ ചൂടോടുകൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മാത്രമല്ല ചായയുടെ കൂടെ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചൂടോടുകൂടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തുറന്ന് തന്നെ വേവിക്കണം. അല്ലെങ്കിലും അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതിനേക്കാളും തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് 1.5 മിനിറ്റൊക്കെ കുക്കായിട്ട് പിന്നെയും മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തോളം വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു റെഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഇല്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചരിച്ചൊന്ന് വെച്ചേക്കട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ആ ഒരു പാൻ ഒന്ന് ചരിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലുള്ള ആ എണ്ണയൊക്കെ ഇങ്ങ് താഴെ ഇറങ്ങി വന്നോളും. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടോ, ഒരു ബൗളിലോട്ടോ ഒക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വാഴയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പിള്ളേർക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ കൊടുത്തു വിടാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊരു റെസിപ്പിയാണ്. എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ആകുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മോൻ ഡെയിലി സ്കൂളിൽ കൊണ്ടുവന്ന ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.